കാണിച്ചേ. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള പൂവാണിത്. ഇതിന്റെ പേര് ജറബറ. ഹലോ ഹായ് നമസ്കാരം. ട്രാവൽ ഓൺ സോറിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഒരാളൂടെ ഉണ്ട്. എൻ്റെ നീസാണ് ആള്, മരുമോളാണ്, പെങ്ങളുടെ കുട്ടി. അപ്പം ഞങ്ങൾ ചെറിയൊരു യാത്രയാണ് കേട്ടോ. ചെറിയ യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ കുറേ കാലമായിട്ടേ ഇവൾ പറയുകയാണ് എങ്ങോട്ടെങ്കിലും പോകണമെന്ന്. നമുക്കിങ്ങനെ ലോങ് ഒന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ ചെറിയൊരു 1-2 സ്ഥലങ്ങളെ കാണിച്ചത് അല്ല, അവളെ പറ്റിക്കാൻ വേണ്ടി പോവാണ്. ആൾക്ക് ഈ കൃഷിയും പൂക്കളും ഗാർഡനിങ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആളുടെ പേര് ഞാൻ പറയാൻ മറന്നുപോയി. അയന വിനീഷ്. എന്നോടല്ല, അങ്ങോട്ട് പറ. എത്ര ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്നൊക്കെ പറ. 3ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അയന വിനീഷ് എന്നാണ് പേര്. അപ്പം പുള്ളിക്കാരത്തേക്ക് ഈ ഗാർഡനിങ്, അതുപോലെ മീൻ വളർത്തൽ, അങ്ങനത്തെ കുറെ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. ഇപ്പോഴത്തെ എല്ലാ പിള്ളേർക്കും ഇഷ്ടമാണല്ലോ. അപ്പം അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നമ്മുടെ നാട്ടിലെ ഒരു ഇത്തയുണ്ട്, ഒരു ടീച്ചറാണ് ആള് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ്. 2 കിലോമീറ്റർ അപ്പുറത്താണ്. തൊടുപുഴയിൽ കുമ്മങ്കലം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം പുള്ളിക്കാരുടെ വീട്ടിൽ ഭയങ്കര ഗാർഡനിങ് ആണ് കേട്ടോ. ഭയങ്കര രസമാണ്. ഇവിടെയുള്ള പല ആളുകൾക്കും ഭയങ്കരമായിട്ട് അറിയാവുന്ന ഒരാളാണ്. അപ്പം ആളുടെ വീട്ടിലൊന്ന് പോകണം, അതൊക്കെ ഒന്ന് കാണണം. അപ്പം ഇവക്ക് അതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യണമെന്നൊക്കെയാണ് ആഗ്രഹം. അപ്പം എല്ലാവർക്കും സ്വാഗതം പറ. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളതേ ആ വീട്ടിലിങ്ങനെ എത്തി നിൽക്കും കേട്ടോ. ഈ കാണുന്നതാണ് വീട്. ഇഷ്ടപ്പെട്ടോ കുഞ്ചൂസേ? ഇവിടെ എല്ലാം ഉണ്ട് കേട്ടോ. കണ്ടോ, ചെടികൾ നട്ടേക്കുന്നുണ്ടോ, പോർച്ചിക്കൂടെ ഒക്കെ നട്ടേക്കുന്നുണ്ടോ. അപ്പോൾ ഇതാണ് വീട്ടുകാർ. അസ്സലാമു അലൈക്കും. വീട് നിറയെ പൂക്കളാണല്ലേ, ചെടികളാണല്ലേ. ഇത് എൻ്റെ മരുമോളാണ്, നീസ് അയന. അപ്പോൾ ഈ 2 പേരാണ് കേട്ടോ ഈ വീടിൻ്റെ ആൾക്കാർ. ടീച്ചറാണ് ആള്. അപ്പം റിട്ടയർഡ് ചെയ്തിട്ടുള്ള ടൈമിലാണ് ഈ ഒരു പരിപാടികളൊക്കെ അല്ലേ. ഓക്കെ, അപ്പോൾ ബാക്കി നമുക്ക് എല്ലാം ഒന്ന് കാണാം. ഒരു വീട്ടിലെ ഈ പൂന്തോട്ടം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഒരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ. പക്ഷേ ഇത് അതിൻ്റെ അപ്പുറത്തേക്കാണ്. ഈ വീട്ടിൽ ശരിക്കും പറഞ്ഞാൽ പൂവും ചെടികളും മാത്രമേ കാണാനുള്ളൂ. മൊത്തം എവിടെ ഈച്ച് ആൻഡ് എവറി കോർണർ ഈ ഒരു പ്ലാന്റ്സ് മാത്രമേ നമുക്ക് കാണാനുള്ളൂ. അപ്പോൾ ടീച്ചറോട് തന്നെ ചോദിക്കാം എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തേക്കുന്നതെന്ന്. എത്ര കാലമായി ടീച്ചറെ ഈ ഒരു ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്തിട്ട്? ഗാർഡനിങ് ഇത് ഇത്ര വിപുലപ്പെടുത്തിയിട്ട് 2 വർഷമായി. അതിന് മുമ്പ് തന്നെ എനിക്ക് എപ്പോഴും ഗാർഡൻ ഉണ്ട്. എത്ര സമയമില്ലെങ്കിലും ഞാൻ കുറച്ച് ചെടികൾ എപ്പോഴും വളർത്താറുണ്ട്. ലോക്ക്ഡൗൺ എഫക്റ്റ് ആണല്ലേ? ലോക്ക്ഡൗൺ എഫക്റ്റ് ആണ് മെയിനായിട്ട് പറയാനുള്ളത്. ഓക്കെ, ഏതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഫ്ലവേഴ്സ് ആയിട്ട് ഇവിടെ മെയിൻ സാധനം? കുറേ ഉണ്ട്, ആയിരക്കണക്കിനുണ്ട്. അതിൽ ഏറ്റവും കൂടുതലെന്ന് പറയാൻ ഇപ്പോൾ ഫ്ലവർ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഫ്ലവറിങ് കുറച്ച് കുറവാണ്. 10 മണിയൊക്കെ നിറയെ പൂവാണെന്ന്. ഇപ്പോൾ മഴയായതുകൊണ്ട് കുറച്ച് കുറവുണ്ട്. പിന്നെ പെൻഡാസ്, അതിൽ പെൻഡാസിൻ്റെ ഒരു 4-5 വെറൈറ്റി ഉണ്ട്. അതിൽ 1-2 പൂക്കൾ പൂവുള്ളൂ. 3 കളറിൽ പൂവുണ്ട്. പിന്നെ ബിഗോണിയ എന്ന് പറഞ്ഞൊരു ചെടിയാണ്. ഇതിൻ്റെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇവിടെ ബിഗോണിയയുടെ. ഇതൊക്കെ നമ്മുടെ നാട്ടിലുള്ളതാണോ അതോ വിദേശിയാണോ? ഇത് വിദേശിയാണ്. അപ്പം നമ്മുടെ നാട്ടിലെല്ലാം വളരുന്നുണ്ട്. ഒത്തിരി ചെടികൾ ഇതിനകത്ത് വിദേശികൾ തന്നെ. സിങ്കോണിയമിൻ്റെ വെറൈറ്റീസ് എന്ന് പറയുന്നത്. സിങ്കോണിയം വെറൈറ്റീസ് വേറെ ഉണ്ട്, പക്ഷെ എനിക്ക് എല്ലാം കൂടെ ഒരുമിച്ചൊന്നും സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല, സമയക്കുറവുണ്ട്. അഗ്ലോണിമയാണ് ഇതെല്ലാം. അഗ്ലോണിമയുടെ വെറൈറ്റീസാണ് ഇതെല്ലാം. അഗ്ലോണിമ ഇതൊക്കെ വിദേശ ചെടികളാണ്. ചൈനയും നല്ലൊരു ഫിലോഡൻഡ്രൻ എന്ന വെറൈറ്റിയാണ് ഇത്. ഇതിനകത്ത് പൂ ഉണ്ടാവുമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇന്നും അപ്പോൾ അതിൽ പൂ ഉണ്ടായിരുന്നു. ഫിലോഡൻഡ്രൻ്റെ തന്നെ വേറെ കുറേ വെറൈറ്റീസ് ഉണ്ട്. റംഗൂൺ ക്ലൈംബർ. ടീച്ചർ ശരിക്കും ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് തന്നെയാണോ ചെയ്തേക്കുന്നത്? ഞാൻ കുറേ പേരുകളൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്യാറുണ്ട്, സയന്റിഫിക് ആയിട്ട് പഠിച്ച് അല്ലേ? നോക്കാറുണ്ട്. വീട്ടിൽ വേറെ ആരെയും ഹെൽപ്പ് ചെയ്യാറുണ്ടോ തന്നെയാണോ എല്ലാ പരിപാടികളും? ഹസ്ബൻഡ് ഹെൽപ്പ് ചെയ്യാറുണ്ട്, പക്ഷെ അദ്ദേഹം തിരക്കുള്ള ആളായതുകൊണ്ട് സമയം കിട്ടുന്നതനുസരിച്ച് തന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ആമ്പലിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. ഇപ്പോൾ പൂക്കളില്ല. പിങ്ക്, റെഡ്, ലൈറ്റ്, വൈറ്റ് ഒക്കെ ഉണ്ട്. ഒരു താമരയുണ്ട്. താമര വെച്ചിട്ട് പൂ ആയിട്ടില്ല. അത് റെയർ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇത്. എപ്പീസിയ വിഭാഗത്തിൽപ്പെട്ടതാണ്. ഞാനത് സെർച്ച് ചെയ്തതിൻ്റെ നെയിം കണ്ടത് കൊലേറിയ എന്നാണ്. അതെ, കൊലേറിയ വെറൈറ്റി പേര് തന്നെ. നല്ലൊരു ഭംഗി. ഇതിൻ്റെ ഇല ഭയങ്കര ഒരു
ഭയങ്കര വെൽവെറ്റ് ഇതാണ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലാന്റാണ്. പെന്നി വേർട്ട് ഇലയുടെ പറ്റി പെന്നി പോലെ ഉള്ളതുകൊണ്ട് അതാണ് ഇതിന് പെന്നി വേർട്ട് എന്ന് പേര് വന്നത്. അമേരിക്കയിലാണ് ഇതിൻ്റെ സ്വദേശം. ഇത് വെള്ളത്തിലും വളരും, അല്ലാതെ പിന്നെ മണ്ണിലും വളരും. നമ്മളെ മണിച്ചിത്രത്താഴ് സിനിമയിൽ ശോഭന ചേച്ചിയുടെ അടുത്ത് മോഹൻലാൽ ചോദിക്കില്ലേ ഇതാരുടെയാ നാഗവല്ലിയുടെ ആഭരണമാണോ എന്ന്. അപ്പോൾ നാഗവല്ലിയുടെ ഒരു ഫീൽ ഉണ്ടല്ലോ, അതേപോലെയാണ് ടീച്ചർ ഓരോ ചെടികളുടെ അടുത്ത് നമ്മൾ നമ്മുടെ അടുത്ത് പറയണത്. ഒരു ചെടിയിൽ നമ്മളെ അടുത്ത ചെടിയിലേക്ക് കൊണ്ടുപോകണം. അങ്ങനെ 300-400 ടൈപ്പ് സംഭവങ്ങൾ അവിടെ ഉണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ടീച്ചർ ഇതെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത്രത്തോളം പാഷൻ ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു സംഭവമേ നമ്മുടെ വീടുകളിൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് എന്തായാലും സാധിക്കത്തില്ല. ഒരു മാനസികമായിട്ടുള്ളെങ്കിലും ഒരു മോട്ടിവേഷൻ വീട്ടുകാരുടെ എല്ലാവരുടെ ഭാഗത്ത് വേണം. അപ്പോൾ ടീച്ചറിൻ്റെ ഹസ്ബൻഡ് മകനാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. അപ്പോൾ അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ടും കൂടെ എന്തൊക്കെയാണ് സാർ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഞാൻ ഈ ചെടിക്കൊക്കെ നേരത്തെ എതിരായിരുന്നു. അത് ശരി. പിന്നീട് ഇങ്ങനെ കണ്ട് ടീച്ചറോടൊപ്പം ചേർന്നതാണ്. ഏതെങ്കിലും ഒരു ചെടി വാക്കത്തിയെടുത്ത് ഞാൻ വെട്ടി മാറ്റുമ്പോൾ കൈ വെട്ടുന്നതിന് തുല്യമാണെന്ന് എന്നോട് പറയുമായിരുന്നു. അങ്ങനെ എന്നെ മാനസികമായി പരിവർത്തിപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ ഞാൻ ഈ ചെടിയെ ഏറെ സ്നേഹിക്കുന്നു. എല്ലാ നിലയിലും സഹായിക്കാവുന്നത്ര സമയം കിട്ടുന്ന മുറയ്ക്ക് സഹായിച്ചു കൊടുക്കും. ടീച്ചറോടൊപ്പം ഒരു 10% ഞാൻ സഹകരിച്ചിട്ടുള്ളൂ. 90% ടീച്ചറുടെ വകയാണ്. എങ്ങനെയാ? അഫ്സൽ നല്ല പേര് ബ്രോ. വിദേശത്തായിരുന്നല്ലേ? എൻ്റെ ഒരു അഫ്സലിനാണ്. ഞാൻ വിദേശത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 2 ആഴ്ചയായിരുന്നു. ക്വാറന്റൈൻ കഴിഞ്ഞിട്ട് ഒരാഴ്ച പുറത്തിറങ്ങി. ഉമ്മയുടെ പരിപാടികൾ ഇഷ്ടമാണോ? ഗാർഡനിങ് ഒക്കെ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഞാൻ അബുദാബിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉമ്മ കുറച്ച് വീഡിയോസൊക്കെ അയച്ചിരുന്നു. അപ്പം അത് കണ്ടപ്പോൾ തന്നെ രസമായിട്ട് തോന്നി. പക്ഷേ അന്ന് ഫസ്റ്റ് ഇവിടെ വന്ന് ഇറങ്ങി വീടിലെ ആ പൂന്തോട്ടമൊക്കെ കണ്ടപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിപ്പോയി. കാരണം ഇത്രയും എഫേർട്ട് ഇട്ടല്ലോ. കാരണം ഇത് ഇത്രയും മനോഹരമാക്കി എടുക്കാൻ ഒത്തിരി ഉമ്മച്ച് കഷ്ടപ്പെട്ടുണ്ടാവും. എന്തായാലും വളരെ സന്തോഷം ഇവിടെ വന്നത്. നിങ്ങളിതൊക്കെ വന്ന് ഇതൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഉമ്മാനെ സംബന്ധിച്ചിടത്തൊരു വലിയ കാര്യമാണ്. അതാണ് ഏറ്റവും വലിയ അപ്രീഷിയേഷൻ എനിക്ക് തോന്നുന്നത്. താങ്ക് യു സോ മച്ച്. കുഞ്ചൂസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാ ടീച്ചറുടെ ഇവിടുത്തെ വീട്ടിലെ? കാണിച്ച്. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ള പൂവാണിത്. ഇതിന്റെ പേര് ജറബറ. ഇത് നല്ല റെഡാണ്. ഇത് ഹൈബ്രിഡ് ആണ് കേട്ടോ. പേരും രസമല്ലേ? ജറബറ. ചറബറാന്നുണ്ടാവോ? ഇത് കുറച്ച് നമ്മൾ കെയർ ചെയ്യണം. ബട്ടർഫ്ലൈ പ്ലാന്റ് ആണിത്. ഇതിന്റെ ഇലകൾ ബട്ടർഫ്ലൈയുടെ ഷേപ്പ് ഉള്ളതാണ്. നല്ല രസമുണ്ടല്ലേ? അതെ, ഇതിന്റെ പൂക്കളായാലും നല്ലൊരു അതൊരു ബട്ടർഫ്ലൈ ലുക്ക് ആണല്ലോ. ഇതിനൊക്കെ സാധാരണ എന്താ വളം കൊടുക്കണത്? ഇതിന് ഇവിടെ എനിക്ക് ജൈവവളം ഇവിടെ ഇതുണ്ട്, ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ട്. അതിന്റെ സ്ലറിയാണ് കൂടുതൽ ഞാൻ ഉപയോഗിക്കുന്നത്. രാസവളങ്ങൾ ഉപയോഗിക്കാറില്ല. ഇടയ്ക്ക് ഇത്തിരി എല്ലുകൂടി. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള കളർ വരാനോ എന്തെങ്കിലും വളങ്ങൾ ഉപയോഗിക്കാം? കളർ വരാൻ അത് പല പ്ലാന്റിനും പലതാണ് വേണ്ടത്. അപ്പോൾ ഉദാഹരണത്തിന് ഇത് പറഞ്ഞാൽ ഇതിന് സവോളയുടെ തൊലി വെള്ളത്തിലിട്ടിട്ട്, സവോള ഉള്ളിത്തൊലി വെള്ളത്തിലിട്ടിട്ട് ഇത് 3 ദിവസം വെള്ളത്തിലിട്ടിട്ട് അരിച്ചെടുത്തിട്ട് ഡൈല്യൂട്ട് ചെയ്ത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ചെടിക്ക് നല്ല. ആദ്യമായിട്ട് കേൾക്കണം കേട്ടോ ഇങ്ങനത്തെ സംഭവം. അതെ, ഇതൊക്കെ എവിടുന്നാ ടീച്ചർ പഠിച്ചത്? സെർച്ച് ചെയ്ത് ഞാൻ സെർച്ച് ചെയ്യാറുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള യൂട്യൂബിലൊക്കെ നോക്കാറുണ്ട്. ഓരോന്നിൻ്റെയും വളപ്രയോഗവും അതുപോലെ തന്നെ അതിൻ്റെ എങ്ങനെയൊക്കെ കെയർ ചെയ്യണമെന്നൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. 400-500 ടൈപ്പ് ഇല്ലേ? ഇതിന്റെ ഒക്കെ പേരെങ്ങനെ ഓർത്തിരിക്കണത്? അതെ, പേര് മിക്കവാറൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് നോക്കുന്നുണ്ടായിരിക്കും. പേരുകൾ കുറെ അറിയാം. ഇതിൽ തന്നെ എൻഗേജ്ഡ് ആണല്ലോ അല്ലേ? അത് തന്നെ. ടീച്ചറുടെ ഈ ഒരു ഗാർഡനിങ്ങിന്റെ പാഷനെ നമുക്ക് ശരിക്കും മനസ്സിലാക്കണമെങ്കിലേ ഈ വീടിന്റെ പുറകുവശത്തോടെ വന്നാൽ മതി. സാധാരണ വീടുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുൻവശത്താണ് പൂക്കളൊക്കെ നല്ല ഫ്ലവേഴ്സൊക്കെ നല്ല കളർഫുൾ ആയിട്ടൊക്കെ നിൽക്കാറ്. ബൈക്കിൽ കുറച്ച് അങ്ങനെ നോക്കാറില്ല. അത് അത്ര പാഷനുള്ള ആൾക്കാരെ ബൈക്കിലും കൂടെ വീടിൻ്റെ പുറകുവശത്തും കൂടെ ഈ ഒരു ഗാർഡനിങ് ചെയ്തു. നമ്മളിത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ പുറകുവശം നോക്കിയാണല്ലോ ഫ്രണ്ട് പോലെ തന്നെയാണ് കീപ്പ് ചെയ്തേക്കുന്നത്. ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. എവിടെയൊക്കെ കുറച്ച് സ്ഥലമുണ്ടോ അവിടെ എല്ലാം ടീച്ചർ ചെടികൾ വെച്ചേക്കാണ്. റിയൽ പാഷൻ എന്താണെന്നുള്ളത് ശരിക്കും ഇവിടെ വന്നാൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ടല്ലോ എല്ലാ കോർണർ ടു കോർണർ, ഇഞ്ച് ടു ഇഞ്ച് ഭിത്തിയുടെ മുകളിൽ ഇവിടെ തൂക്കിയിടാൻ പറ്റുന്ന എല്ലാ ക്ലാമ്പുകളിലും തൂക്കിയിട്ടേക്കുന്നു. താഴെ ഭാഗത്ത് മൊത്തത്തിൽ ചെടികളല്ലേ കുഞ്ചൂസേ?
നോക്കിയേ ഇവിടെ കോഴിക്കോടുണ്ട് കേട്ടോ. ഇത് കോഴിക്കോട് തന്നെയല്ലേ? കോഴിക്കോടാണോ? കോഴിക്കോട് തന്നെ. എന്തൊക്കെ ഇനമാണ്? അത് സാധാ കോഴികളാണോ അതോ? കോഴികളുണ്ട്, അലങ്കാര കോഴികള്, ഗിനി, അമേരിക്കൻ സിൽക്കി. അമേരിക്കൻ സിൽക്കി. ഇവിടെ ഒന്നും നാടനില്ല, എല്ലാം വിദേശികളാണോ? കയറിക്കോ, പേടിക്കണ്ട. ഇത് ഫ്ലൈയിങ് ഡക്കാണ്. ഏത് ഫ്ലൈയിങ് ഡക്ക്? അവര് തന്നെ പോയി മുട്ടയൊക്കെ വെച്ച് നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. അവര് തന്നെ അടയിരിക്കും. സാധാരണ ഡക്ക് അടയിരിക്കാറില്ലല്ലോ. അത് ശരിയാ. അവര് അടയിരുന്ന് ഓ ഇയാൾക്കല്ലേ ഇതിന്റെ മുട്ട ചെറുതാ. ഓ ഷൂ ഇട്ട പോലെയാണല്ലേ കാല് വരുന്നത്. അതാണോ പെൻസിൽക്കിന് തിരിച്ചറിയാനുള്ള വഴി? ആൺസിൽക്കിക്ക് അങ്ങനെയല്ലേ? ആൺസിൽക്ക് അത് തന്നെ കോല, അത് പൂവ് ചെയ്യൂല്ലോ. ഇത് പൂവുണ്ട്. ഓ അമ്മോ, കൂട് തുറന്നപ്പോ ഇവിടെ മൊത്തം ബഹളമാണ് കേട്ടോ. എന്റെ ചുറ്റിലും മൊത്തത്തിൽ ആൾക്കാരാ. വലിയ ആത്തേക്ക് കയറുവാ. കോഴിയും താറാവും കൊത്തിയിട്ടൊന്നും ആരും മരിച്ചു പോയിട്ടില്ല. ഗിനിയാണോ ഓടുന്നത്? ഗിനിയാണെങ്കിലേ ഏതിനെ ഇഷ്ടപ്പെട്ടതെന്ന് പറ. ആ കാലയിൽ ഇങ്ങനെ ഷൂ ഇട്ട ആളാണോ? ലവൾ അമേരിക്കക്കാരി അല്ലേ? സുന്ദരി, ഒരു മാതാമ്പ ലുക്കൊക്കെ ഉണ്ട്. ഇത് ഗിനി. കുഞ്ചു ഇത് നോക്കിക്കേ, അവിടെ മുട്ട നോക്കി പോയി അടുത്തേ. കോഴിമുട്ട എടുത്തിട്ടുണ്ടോ? കോഴി ഇട്ട മുട്ട ദേ കണ്ടോ. ഇതൊരു നമുക്കൊരു ഇൻകം സോഴ്സ് ആയിട്ട് മാറിയിട്ടുണ്ടോ? ഇൻകം സോഴ്സ് ആയിട്ട് മാറിയിട്ടില്ല. എന്താ വെച്ചാൽ നമുക്ക് കുറേ ചിലവുകളുണ്ടല്ലോ. ചട്ടികൾ വാങ്ങണം, കുറച്ച് വളം എൻ്റെ കയ്യിലുണ്ട്. എന്തായാലും കുറച്ചൊക്കെ വളമൊക്കെ വാങ്ങണം. അപ്പോൾ കുറച്ച് ചിലവുണ്ട്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ചെടികളൊക്കെ കൊണ്ട് കാർഡ്സിൽ ഇടയ്ക്ക് വിൽക്കാറുണ്ട്. അല്ലാതെ ഒരു വലിയൊരു അങ്ങനെ ഒരു സെയിലിലേക്ക് ഇതുവരെ. അപ്പോൾ ഈ ഒരു പാഷനുള്ള ആൾക്കാർക്ക് ഈ മേഖലയിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു വരുമാന മാർഗ്ഗമാക്കാൻ പറ്റും. തീർച്ചയായിട്ടും നല്ലൊരു ഇൻകം സോഴ്സാണിത്. കാരണം നമ്മൾ ഇവിടെയൊക്കെ നോക്കുമ്പോൾ, ആമസോണിലൊക്കെ നോക്കുമ്പോൾ അറിയാം നല്ല വിലയാണ് ചെടികൾക്ക്. അതിനേക്കാൾ കുറച്ചുകൂടെ നമുക്ക് വില കുറച്ച് കൊടുക്കാൻ കഴിയും വീടുകളിൽ ആണെങ്കിലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അതിനായിട്ടിങ്ങനെ നിൽക്കണം. നമുക്ക് വേറെ തിരക്കുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ആ റെഡ് കളർ പ്ലാന്റ് ഒക്കെ ഉണ്ടായി പറഞ്ഞാൽ കുറേ സമയം എടുക്കും. എനിക്ക് കെയർ ചെയ്യാൻ പറ്റുമോ? ഈസി ആയിട്ടുള്ള ഏതാണെന്ന് ടീച്ചറോട് ചോദിക്കും. എന്നിട്ട് ടീച്ചർ തരുന്നത് മേടിച്ചു. പറിച്ചിട്ട് നമുക്ക് പ്രൊപ്പറേറ്റ് പറ്റുള്ളൂ. ഇത് വാട്ടർ ലില്ലി, അത് വാട്ടർ ലില്ലി കേട്ടോ. ഇത് തരാം മോൾക്ക്. അതായത് ഇത് നോക്കി, ഈ പൂവ്, ഈ ഉണ്ടായിരിക്കുന്ന പൂവിലേ ഇതേപോലെ പൂവുണ്ടാവും. നീ കെയർ ചെയ്താ ഇത് നന്നായിട്ട് കെയർ ചെയ്താൽ ടീച്ചർ വേറെ ചെടി കൊടുക്കും അല്ലേ? അല്ല ടീച്ചറേ? ഒന്നും കൂടെ തെറ്റി തന്നെ തരണം കേട്ടോ. നിങ്ങളെപ്പോലുള്ളവർ ഇതിൻ്റെ പ്രചരണം കൊടുക്കുന്നത് കൊണ്ട് ഞങ്ങൾ നിങ്ങളേറെ യൂട്യൂബ് ചാനലുകാരായ നിങ്ങളേറെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയും വീണ്ടും ഞങ്ങളോട് സഹകരിക്കുകയും ചെയ്യണം എന്നപേക്ഷിക്കുകയും കൂടി ചെയ്യുക. തീർച്ചയായിട്ടും വലിയ സന്തോഷം. ഇപ്പോൾ നമുക്കാണെങ്കിലും ഉണ്ടല്ലോ, ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഒരുപാട് പോസിറ്റീവ് എനർജിയാണ്. ഇതൊക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ മൈൻഡിൽ എന്തെങ്കിലുമൊക്കെ ഡിപ്രഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി ഫുള്ളി പോസിറ്റീവ് എനർജി ആയിട്ട് മാറും. ഇപ്പോൾ കുഞ്ചൂസ് ആണെങ്കിലും നല്ല ഹാപ്പി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഞങ്ങൾ അതൊക്കെ അങ്ങോട്ട് ഇറങ്ങിയേക്കുവാണ്. ഇനിയും ഈ വഴി ഇടയ്ക്കിടയ്ക്ക് വരാം. ഓക്കെ. വെറും താങ്ക്സ് മാത്രമുള്ളോ? പോകോട്ടെ സാറേ? ഓക്കെ ടീച്ചറേ, ശരി. ഇതെല്ലാം നീ നട്ടുവോ? നട്ട് ഇത് നോക്കി കുറേ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാറ്, ഇവിടുത്തെ ഷുക്കൂർ സാർ ഒരു പൊതുപ്രവർത്തകനാണ്. വീട്ടിലാണ് ഒരുപാട് ആൾക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് സമയം കളയണ്ടല്ലോ. അപ്പോൾ നമ്മളത് വീട്ടിൽ നിന്ന് ഇറങ്ങി കുറേ ചെടികളൊക്കെ ആയിട്ട്, കുഞ്ചൂസിനെ നോക്കി ചെടികളൊക്കെ ആയിട്ട് നമുക്ക് ഒരു ശരിക്കൊരു പോസിറ്റീവ് എനർജി ആയിരുന്നു കേട്ടോ. നമുക്കും എന്തെങ്കിലുമൊക്കെ വീടുകളിൽ ചെയ്യണം, നമ്മുടെ വീട്ടിൽ ഇതുപോലെ പൂവൊക്കെ ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ആഗ്രഹമൊക്കെ നമുക്ക് തോന്നും അല്ല കുഞ്ചൂസേ? ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം.
അവസാനത്തെ കാര്യം കൂടെ പറയുമല്ലോ, അതെന്താ, ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവര് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ശരി, നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.